തൃശൂർ പൂരം കലക്കലും അതോടൊപ്പം തന്നെ ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പരുവമാക്കി LDF സർക്കാരിനെതിരെ ഇടത് പിണറായി സർക്കാരിനെതിരെ തിരിയുന്ന ചില മാധ്യമങ്ങളുടെ ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് VD സതീശനെ വെള്ളപൂശാനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സതീശനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ഈ വിവാദങ്ങളെല്ലാം തുറന്നു വച്ചിരിക്കുന്നത്. ADGP കുമാർ പൂരം കലക്കാൻ കൂട്ടുനിന്ന ആരോപണവും RSS നേതാവ് ഹൊസബളയെ കണ്ടുവെന്നതും മുഖ്യമന്ത്രിക്കെതിരെ തിരിച്ചുവിടാനാണ് ഇപ്പോൾ സതീശനുമായി ചേർന്ന ചില പ്രത്യേക ലോബികളായ മാപ്രകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം BJPയെ ജയിപ്പിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം കോൺഗ്രസിനാണെന്ന വസ്തുതയോ അതുപോലെ തന്നെ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ തിരുവഞ്ചൂരിൻ്റെ ബന്ധുവിൻ്റെ പങ്കോ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് ഈ ഇരട്ടത്താപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 10% വോട്ടാണ് UDFന് ഇക്കുറി തൃശ്ശൂരിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. LDFന് 16,196 വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. UDFിൻ്റെ വോട്ട് കഴിഞ്ഞ വർഷത്തെ 4,15,000-ൽ നിന്ന് 3,28,000-ലേക്ക് താഴ്ന്നു എന്നുള്ള വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരം മാപ്രകൾ സതീശനുമായി ചേർന്നുകൊണ്ടുള്ള ഗൂഢാലോചനയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിയമസഭാ മണ്ഡലത്തിലും 2019 വോട്ട് K മുരളീധരൻ നിലനിർത്താനായില്ല. മുഖ്യമന്ത്രിയുടെ മുന്നണിക്കല്ല സതീശൻ്റെ സ്വന്തം പാർട്ടിക്കാണ് വോട്ട് ചോർന്നതെന്നുള്ള ആ സത്യം തുറന്നു പറയുന്നതിനും ഇവർ ഒരുക്കമല്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാറ്റിയത് മുതൽ BJPക്ക് തൃശ്ശൂരിൽ വിജയ സാഹചര്യം തുടങ്ങിയെന്നത് വലിയ ചർച്ചയായാണ്. ഈ വസ്തുക്കൾ മൂടിവെക്കാൻ മാത്രമല്ല സതീശനും കോൺഗ്രസിനുമെതിരെ പുറത്തു വരുന്ന വിവരങ്ങൾ സമർത്ഥമായി മറയ്ക്കാനും ഇവർ ഈ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോവളത്ത് MR അജിത് കുമാർ RSS നേതാവ് രാംമാധവനെ കണ്ടുവെന്ന് വെളിപ്പെടുത്തിയ മാധ്യമങ്ങൾ തൃശ്ശൂരിലെ ഹൊസബള കൂടിക്കാഴ്ചയിൽ തിരുവഞ്ചൂരിൻ്റെ ബന്ധുവിനുള്ള പങ്ക് ബോധപൂർവം മറച്ചുവെച്ചു. അതായത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ VD സതീശൻ, തിരുവഞ്ചൂർ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക പരിഗണനയാണ് ഈ തരം മാപ്രകൾ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഇടത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തകർക്കാനുള്ള ചില ഗൂഢനീക്കങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് വ്യക്തമാകും. പോലീസിനെതിരെ PV അൻവറിൻ്റെ പ്രസ്താവന വാർത്തയാക്കിയവർ ശനിയാഴ്ച VD സതീശനെതിരെ പറഞ്ഞതോടെ അൻവറിനെ തഴയുന്ന സാഹചര്യം വന്നു. പുനർജനി കേസിൽ സതീശൻ വിദേശത്ത് നിന്ന് പണം വാങ്ങിയെന്നതിനും അതിന് കേന്ദ്രാനുമതി ഉണ്ടായിരുന്നില്ല എന്നതിനുമുള്ള തെളിവ് മുമ്പ് പുറത്തു വന്നതാണ്. ആ കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കനിയേണ്ടതും അത്യാവശ്യമാണ്. അതിനുള്ള അന്തർധാരയാണോ പൂരം കലക്കൽ എന്നതാണ് ഇനി തെളിയാനുള്ള ഏക സംഭവം മാത്രമുള്ളത്. പുനർജനി തട്ടിപ്പ് കേസ് വിദേശത്ത് നിന്നും VD സതീശൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ വിദേശ ഫണ്ട് സ്വീകരിക്കലിൻ്റെ മാനദണ്ഡങ്ങളോ പാലിക്കാതെ നടത്തിയ വലിയ തോതിലുള്ള തട്ടിപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ട് ഇലക്ട്രോണിക് തെളിവുകളടക്കം പരാതിക്കാരിൽ നിന്ന് ED ശേഖരിക്കുകയും സിറ്റിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കേന്ദ്രത്തെ എങ്ങനെയെങ്കിലും സോപ്പിട്ടുന്നാൽ മാത്രമാണ് സതീശിന് രക്ഷപ്പെടാൻ സാധിക്കുക. അതിനൊരുക്കുന്ന തന്ത്രങ്ങളാണ് ഇതെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം സതീശ, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളും അരി കൊണ്ടുള്ള കഞ്ഞി കുടിക്കുന്നവരാണ്. ഞങ്ങൾക്കും ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. നിങ്ങൾ നല്ലപിള്ള ചമയുമ്പോൾ നിങ്ങളുടെ ചില ആളുകളെ ഒതുക്കി നിർത്താനുള്ള ചില ഗൂഢനീക്കങ്ങൾ മാത്രമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.